ഞാൻ വീഡിയോ കോൾ ചെയ്യാൻ പോവാണ് കേട്ടോ ഇന്ന് എൻ്റെ ഫ്രണ്ട് ഒരു ആക്ട്രസ്സാണ്, ഒരു ഡാൻസറാണ്, ഫ്രണ്ടിനേക്കാളും ഒരു അനിയത്തിക്കുട്ടിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ വിശേഷം എന്തൊക്കെയാണെന്നൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കോൾ ചെയ്യുന്നു. ശ്രുതി ജയൻ. ഹലോ ഹലോ, വീടെത്തിയോ? കറക്റ്റ് ടൈം ആയല്ലോ. കറക്റ്റ് സമയം. വണ്ടി ഇറങ്ങി വീട്ടിലെത്തി. ഓക്കെ, എവിടുന്ന വരവ്? ഞാൻ എയർപോർട്ടിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് വരുന്ന വഴിയാണ്. മറ്റേ തെലുഗു വെബ് സീരീസ് അല്ലേ? വെബ് സീരീസ്. ശ്രുതി ഇപ്പൊ തെലുഗു ഒരു വെബ് സീരീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. വേറെ ലെവലിലാണുള്ളത്. തെലുഗു ഡയലോഗ് പറയൂ കുട്ടി, കേക്കട്ടെ. ഭാവനാരാ. അത് മാത്രമേ എളുപ്പമുള്ളൂ. അതെ, ഏറ്റവും എളുപ്പമുള്ള കാര്യം അതാണല്ലോ. അത് ഞങ്ങൾ പറഞ്ഞ് പ്രോപ്പർ ചെയ്തിട്ടുള്ളത് ഒരു കർണാടകയിലും ആന്ധ്രയുടെയും ബോർഡറിലുള്ള ഒരു ലൈഫ് സ്റ്റൈലിലെ ആൾക്കാരാണ്. അപ്പൊ കന്നഡയും തെലുഗും മിക്സ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. ഓ, അത് ശരി. ഞാനിപ്പോ ഇവരോട് ഇങ്ങനെ പറഞ്ഞപ്പോഴേ എന്നാ ശ്രുതിനെ വിളിക്കാന്ന് പറഞ്ഞപ്പോ ഇവരാണ് എന്റെ അടുത്ത് പറയണത് ജൂണിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. ഞാൻ അറിഞ്ഞില്ലല്ലോ. ജൂണില് മായ ടീച്ചർ. അതെ, ഞാൻ കണ്ടില്ല ആ സിനിമ, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അത് കാരണം ഞാനിങ്ങനെ ആലോചിക്കാം, ഓ ഉണ്ടോ, ഞാൻ അറിഞ്ഞില്ലല്ലോ ഈശ്വര, നടക്കടായല്ലോ എന്ന്. ശ്രുതി ഒരു എന്താ പറയുക, ഗംഭീര ഡാൻസറാണ് കേട്ടോ. ഭരതനാട്യം ഡാൻസറാണ്, കലാക്ഷേത്ര ഗ്രാജുവേറ്റ് ആണ്, ഒരു ഡാൻസ് ടീച്ചറാണ്. ഇതിലെല്ലാം ഉപരി എന്താ പറയാ, ഞാനിങ്ങനെ ഓരോരുത്തരും ഫ്രണ്ട്സിനെ വിളിക്കണം എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ ആലോചിക്കുകയാണ് ആരെ വിളിക്കുക, എന്ത് വിളിക്കുക. ഒരു കണക്ഷൻ വേണമല്ലോ. വെറുതെ നമ്മളിരുന്ന് വർത്താനം പറയുന്നത് നാട്ടുകാർ കാണേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ വളരെ ചെറുപ്പം തൊട്ട് എനിക്ക് പാടാനെല്ലാം വന്നിരുന്നത് ശ്രുതിയുടെ അച്ഛനാണ്, ജയേട്ടൻ. അദ്ദേഹം വളരെ ഒരു വലിയ മ്യൂസീഷ്യനാണ്. ആ മ്യൂസീഷ്യന്റെ മകളാണ് ഈ ഇരിക്കുന്ന കുട്ടി, എൻ്റെ സ്വന്തം അനിയത്തിക്കുട്ടിയാണ്. ഇപ്പൊ അടുത്തൊരു ഇത് ചെയ്തില്ലേ, നമ്മുടെ കവർ ചെയ്തില്ലേ ഡാൻസില്, ക്ലാസിക്കൽ ഡാൻസിൽ ഒരു കവർ ചെയ്തു. അത് ചെയ്യാനുണ്ടായ പ്രചോദനം പെട്ടെന്നൊരു സുപ്രഭാതം ഞാൻ നോക്കുമ്പോ ശക്തൻ മാർക്കറ്റിലൊക്കെ ഇരുന്നിട്ട് ഒരാള് ഡാൻസ് കളിക്കണോ. ജയ്ഹിന്ദ് തൃശ്ശൂർ ജയ്ഹിന്ദ് മാർക്കറ്റ്. അതെ, ഞാൻ വിചാരിച്ചത് എന്താ മാർക്കറ്റിലൊക്കെ എന്നുള്ളൊരു, പിന്നെയാണ് എനിക്ക് അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായപ്പോഴാണ് ഓ ഇതായിരുന്നു ഡാൻസ് പ്രോഗ്രാംസ്. ഇനി ഓഗസ്റ്റിലാണുള്ള ചെന്നൈയില്. ഞാനൊരു ഓൺ പ്രൊഡക്ഷന്റെ ഒരു അടുത്ത ഓൺ പ്രൊഡക്ഷൻ. ശ്രുതി ഇതിന് മുമ്പ് ഭൂമി ദേവീനെ പ്രൈസ് ചെയ്തുകൊണ്ടിട്ട് ഒരു പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡാൻസ് പ്രൊഡക്ഷൻ വിത്ത് വാചിക അഭിനയ, വിത്ത് ഡയലോഗ് എല്ലാം. അത് ഗംഭീര പ്രൊഡക്ഷൻ ആയിരുന്നു. അപ്പൊ അന്ന് തന്നെ ഇങ്ങനെ അതെനിക്ക് തോന്നുന്നു, ഞാൻ ഓൺ സ്റ്റേജ് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, ഞാൻ വീഡിയോ ആണ് കണ്ടത്. അതെ അതെ. ഇപ്പൊ ഇനി ചെയ്യാൻ പോണത് എന്തിനെ പറ്റിയാ? ഞാന് മറ്റേ അമീഷിന്റെ ഏതാണ് വാരിയർ ഓഫ് മിഥില എന്ന് പറഞ്ഞു, അമീഷിന്റെ സീത വാരിയർ ഓഫ് മിഥില. അതാണ്. അതിനെ കുറിച്ച് അഡോപ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും എന്റേതായിട്ടുള്ള എന്തെങ്കിലും ആഡ് ചെയ്യണം. എനിക്ക് എപ്പോഴും കുറച്ച് റെലവെന്റ് ആക്കാൻ എപ്പോഴും നോക്കാറ്. ഓക്കെ, സീതയാണ് അപ്പൊ നായിക. അതെ അതെ. നമ്മള് കുറച്ചു ദിവസം മുമ്പ് കണ്ടേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ നൈസ് ടോക്കിംഗ് ടു യു. ഓ ചേച്ചി, അച്ഛനോടും അമ്മോടും പറയോ? പറയാം. ബൈ, ടേക്ക് കെയർ, ലവ് യു, ബൈ. ബൈ.